ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സിനിമാ കുട്ടയിലേക്ക് സ്വാഗതം. എമ്പുരാൻ സിനിമയിൽ നിന്നും ജംഗിൾ പൊളി കടവുലെ പോലെ റീപ്രൈസ് സോങ് ഒഫീഷ്യലായിട്ട് അവർ പുറത്തു വിട്ടുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ ജംഗിൾ പൊളിയായിരുന്ന സീൻ ഈ പാട്ട്, പക്ഷെ അത് ശരി കേൾക്കാനും പറ്റില്ല. അത്രയും ബഹളത്തിന്റെ ഇടയിൽ ഈ പാട്ട്, മറ്റേ പാട്ട് തന്നെ റീപ്രൈസ് ചെയ്തിട്ട് വേറെ രീതിയിലാക്കി. തിയേറ്ററിൽ കാണുമ്പോൾ ഒരു ഓളം, അതിനോട് ആ ഒരു സീനും, അതെ, തിയേറ്റർ കുലുങ്ങിയ സീനായിരുന്നു അത്. അതെ, കൊടുത്ത പൈസ മുതലാക്കി ഇത് മാത്രം മതി, ഈ ഒറ്റ സാധനം മതിയായിരുന്നു. അമ്മാതിരിയായിട്ട്. എന്തായാലും പടം ഇൻഡസ്ട്രി ഹിറ്റൊക്കെ അടിച്ച് എനിക്ക് തോന്നി കേരള റെക്കോർഡ് മാത്രം കണ്ടേ വോട്ടാവുള്ളൂ. കേരളം എത്ര 80 ഉണ്ടായില്ലേ? 80-83 കോടി ഉണ്ട്. എന്തായാലും ജംഗിൾ പൊളി നമുക്കൊന്ന് കണ്ടുപോക്കാം. രജു, ഖുറേഷി അബ്രം ഗാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. ലൈക്ക് ദി ഇലുമിനാറ്റി. മിസ്റ്റർ ഗോവർദ്ധൻ, എനിക്കറിയേണ്ടത് ഇലുമിനാറ്റിയെ കുറിച്ചോ മൊഗംബോയെ കുറിച്ചൊന്നുമല്ല, സ്റ്റീഫൻ. അറിയില്ല, പക്ഷെ എന്നും പ്രാർത്ഥന അവരുടെ സ്റ്റീഫൻ തിരിച്ചു വരും. എസേക്കിയേൽ 25:17. പഴയ നിയമം. കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു. ഈ അന്ധതയുടെ താഴ്വരയിൽ നിന്നും നീതിമാനെ കരകയറ്റുന്നവൻ അനുഗ്രഹീതനാകും. കാരണം അവൻ സത്യമായും അവന്റെ സഹോദരങ്ങളുടെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ്. അതിനാൽ എൻ്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കുന്നു. എൻ്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നുവെന്ന്. ഒരേ ഒരു രാജാവ്. സിംഹാസനം ഒന്നു വന്ന പോരാളികൾ ചോര വീണ് മാഞ്ഞുപോയ മണ്ണ് പിടയും എതിരാളിയുടെ വാളിന് മൂർച്ചയുള്ള കണ്ണ് നീ കൈതൊഴുന്ന ദൈവവും ചെലുത്താനും ഒന്ന് ഇവിടെ കോടി പേര് വന്നു പോയി. ചോദ്യമാരി നിന്ന് മുന്നേ വന്ന എതിരാളികൾ മണ്ണിലുണ്ട്. കടവുളെ പോലെ കാപ്പവൻ ഇവൻ, പേരാസയെ കൊല്ലും ശിവനായി ഇവൻ. കടവുളെ പോലെ കാപ്പവൻ ഇവൻ, പേരാസയെ കൊല്ലും ശിവനായി ഇവൻ. കൽവനെ വെല്ലും വല്ലവൻ ഇവൻ, പേരൻപുക്ക് എന്നും നല്ലവൻ ഇവൻ. ഈ സംസ്ഥാനത്തിലെ എല്ലാ രാഷ്ട്രീയ മുന്നണികളും ഒരുപോലെ ഭയന്നിരുന്ന ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആയിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി. ഈ നാടിനെ പത്തിവിരിച്ച് കാക്കാനും ഒറ്റ തീർക്കാനും ശേഷി രാജരംഭാണ്. ശത്രുവിന്റെ രക്തമൊഴുകും രാജാവിൻ കഥയുണ്ട്. ദൈവമല്ല വ്യക്തം ഇവിടെ, ഇവന് വേണ്ടി പോരാടാൻ പടയാളികൾ സംവാദം. എതിരെ വന്ന യമദേവന് മരണമാണ് സമ്മാനം. വാരാണ്ട 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 വാരാ ആലേ ദൂരെ യാരവേനകേലെ വാരാണ്ട വാരാ ale io da dule yara vena kele varanda vara ale io da dule yara vena kele io da dule yara vena kele yara vena kele vada അത് കാണിച്ചില്ല, പറ്റിച്ചു.
ഇതിന് പകരം അത് മതി. ഇതും ഇപ്പഴും തിയേറ്ററിലൊരു സർപ്രൈസ് ആയിരുന്നു. ആണ്. അല്ല, എല്ലാരും വലിയ വലിയ പേരുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണല്ലോ അപ്പൊ അവിടെ ഇവിടെ ചില കമന്റുകളൊക്കെ ഫേസ്ബുക്കില് യൂട്യൂബിലൊക്കെ പ്രണവാന്നൊക്കെ പറഞ്ഞു. പക്ഷെ കാണിച്ചപ്പോ ആരും അങ്ങനെ പ്രതീക്ഷിച്ചു. എല്ലാരും മമ്മൂക്ക പറഞ്ഞല്ല, മമ്മൂക്ക, രജനീകാന്ത്, കമലഹാസൻ, വലിയ വലിയ പേരുകൾ, വലിയ വലിയ പേര്. അതുകൊണ്ട് ചിലപ്പോ ഒരു നിരാശ വന്നിട്ടുണ്ട്. ഫൈറ്റ് ഒന്ന് പറഞ്ഞ വാലിബന്റെ ഇതിനു വേണ്ടി മറ്റേ ഇയാള് പറഞ്ഞില്ലേ, തിരുപ്പാപ്പച്ചൻ പറഞ്ഞു തിയേറ്റർ കൊല്ലും. അത് ഇതിനായിരുന്നു. തിയേറ്റർ കൊല്ലിങ്ങില്ല, അമ്മാതിരി ഐറ്റമായിരുന്നു. L3 വരട്ടെ. ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞ ഇതിനെ കുറിച്ചൊന്നും പറയാനൊന്നും ഇല്ല. തിയേറ്ററിൽ തന്ന എക്സ്പീരിയൻസ് വേറെ സാധനമായിരുന്നു. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ സിനിമ കൊട്ടയിൽ കൊണ്ട് കാണാം. അതായിരിക്കും